സ്ത്രീകളോട് അഥവാ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം. അവരിലുള്ള ചില പോരായ്മകൾ പ്രകൃത്യാ തന്നെ ഉള്ള ചില പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഫൈനൽ മർഅത ഖുലിഖത മിൻ ളിലഇൻ, വളഞ്ഞ വാരിയെല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് സ്ത്രീ. അതിൽ തന്നെ വാരിയെല്ലിൽ തന്നെ അതിന്റെ ഏറ്റവും മുകളിലുള്ളതാണല്ലോ ഏറെ വളഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫൈൻ ദഹബത തുഖീമുഹു. ആ വചനത്തിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തരാണ് സ്ത്രീകൾക്ക്. ഷെയ്ഖ് ഇബ്ൻ ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഫൽ മഅന അന്നഹു ലാ ബുദ്ദ യകൂനു ഫീ ഖുലിഖിഹാ ശൈഉൻ മിനൽ ഇവജി വൻ നഖ്സി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാ തന്നെ അവളുടെ സ്വഭാവത്തിൽ ചില വളവുകളും ചില പോരായ്മകളും ഒക്കെ ഉണ്ട്. അത് പുരുഷൻ മനസ്സിലാക്കണം. ആ വളവിനെയും ആ വക്രതയെയും മുഴുവൻ 100% അങ്ങ് നേരെയാക്കാൻ നീ പോയാൽ ഫൈൻ ദഹബത തുഖീമുഹു കസർതഹു, ആ വളവും വക്രതയൊക്കെ 100% ഞാൻ പറയുന്ന അതേപോലെ ആയിരിക്കണം, എല്ലാ അർത്ഥത്തിലും ക്ലിയർ ആവണം എന്ന നിലക്ക് അവരിൽ പ്രകൃത്യാ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വളവും ആ രൂപത്തിലുള്ള ചില ന്യൂനതകളുമൊക്കെ നിവർത്താനും പരിഹരിക്കാനുമൊക്കെ നീ പോയാൽ കസർത്തഹു, നീ അത് പൊട്ടിച്ചു കളയലായിരിക്കും അതിന്റെ ഫലം. അത് പൊട്ടിപ്പോകലായിരിക്കും അതിന്റെ ഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റു വചനങ്ങളിൽ കാണാം വകസ്റുഹാ ത്വലാഖുഹാ, അത് പൊട്ടല് എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചെല്ലേണ്ടി വരും. 100% മുഴുവനും ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ആവണം എന്ന് വിചാരിച്ച് ഇടപെടാൻ പോയാൽ ആ ബന്ധം മുന്നോട്ട് പോകാൻ കഴിയൂല. കാരണം പ്രകൃത്യ അവരിൽ ചില പോരായ്മകളുണ്ട്. മനുഷ്യ സഹജമായ നിലക്കുള്ള ചില പോരായ്മകൾ സ്ത്രീകളിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു നാഖിസാതു അഖ്ലിൻ വദീനിൻ, അവർക്ക് പുരുഷനെ അപേക്ഷിച്ച് അഖ്ല് പൊതുവെ പറയുന്ന നിയമമാണ്, അഖ്ൽ അവർക്ക് കുറവാണ്. അതുപോലെ തന്നെ ദീനിലും അവർക്ക് ചില കുറവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അതിന്റെ ചില തലങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്തു. എന്താണ് അവരുടെ അഖ്ലിലെ കുറവ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷൻ അതല്ലെങ്കിൽ 2 പുരുഷൻ സാക്ഷി നിൽക്കേണ്ടയിടത്ത് 4 പെണ്ണ് സാക്ഷി നിൽക്കണം. അത് അവരുടെ പ്രത്യേകതയായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. 2 ആണുങ്ങൾ സാക്ഷി പറയേണ്ടിടത്ത് 2 പെണ്ണ് പോരാ, 4 പെണ്ണ് വേണം. അവരുടെ ദീനിൽ അവർക്കുള്ള കമ്മി എന്ന് പറയുന്നതോ അവർക്ക് ചില ഘട്ടങ്ങളിൽ അവർക്ക് നിസ്കാരമില്ല. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിന്റെ ഘട്ടങ്ങളിൽ അത്തരം പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അവർ വ്രതമനുഷ്ഠിക്കാൻ പാടില്ല. മറ്റു സമയങ്ങളിൽ അവർ വ്രതം നീട്ടിയെടുക്കണം. അതേ അവസരത്തിൽ നിസ്കാരം അവർ ഖളാ വീട്ടേണ്ടതുമില്ല. അപ്പൊ പ്രകൃത്യാ തന്നെ അവരിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് ഭർത്താക്കന്മാര് മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ അവരോട് വർത്തിക്കണം. ആ ഒരു പെരുമാറ്റവും സമീപനവും നിങ്ങൾ അവരോട് സ്വീകരിക്കണം. ആ വളവും വക്രതയും 100% നിങ്ങൾ അങ്ങ് നിവർത്തി ആ ഉള്ള വക്രതയൊന്നും അതൊന്നും ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മുഴുവനായിട്ട് ആ വളവ് നിവർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും, തലാഖ് ചെല്ലേണ്ടി വരും. വൈൻ തറക്തഹു, അവരിലുള്ള ആ പോരായ്മയൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നീ അത് ആ ഉള്ള രൂപത്തിൽ അങ്ങനെ വിട്ടേച്ചു പോവുകയാണെങ്കിൽ ലം യസല്ല അഅ്വജ, അതങ്ങനെ ആ നിലക്ക് നിലനിന്നോളൂ. അതുകൊണ്ട് വീണ്ടും പറയാണ് ഫസ്തൗസൂ ബിന്നിസാ, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ ഇടപെടണം, വർത്തിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് സ്ത്രീ സമൂഹത്തെ കൊച്ചാക്കുവാനോ സ്ത്രീ സമൂഹത്തെ ഇടിച്ചു താഴ്ത്തുവാനോ അവരിൽ ഒരുപാട് ന്യൂനതകളുണ്ട് കമ്മിയുണ്ടെന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കാനോ വേണ്ടി ഇസ്ലാം പറഞ്ഞതല്ല. മറിച്ച് അവരോട് പുരുഷലോകത്തോട് പറയാണ്, നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കി ഇടപെടണം. ഒരു സ്ത്രീ എന്തായിരുന്നാലും അവൾ സ്ത്രീ തന്നെയാണ്. അവൾ ഈ പ്രകൃത്യാ തന്നെ ചില പോരായ്മകൾ ഊട്ടപ്പെട്ടിട്ടുണ്ട്. അവൾ പുരുഷന്റെ അത്ര തന്നെ എല്ലാ കാര്യങ്ങളിലും അത്രയങ്ങ് മുൻപന്തിയിൽ വന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് 100% ആ വളവും വക്രതയൊന്നും ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മുഴുവൻ ശരിപ്പെടുത്താൻ നീ തയ്യാറായാൽ
ബന്ധം മുന്നോട്ട് പോവില്ല. ഇതൊക്കെ ഏത് കാര്യത്തിലാണെന്നും കൂടെ അടിവരയിട്ട് മനസ്സിലാക്കണം. ഐഹികമായ കാര്യത്തിലാണ്. ആരും ഇത് വെച്ചുകൊണ്ട് എൻ്റെ പെണ്ണ് പർദ്ദന്നൊടൂല അപ്പം നീ സഹിച്ചോളണമെന്ന് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വിചാരിക്കരുത്. ഇതും അതുമായിട്ട് ഒരു ബന്ധമില്ല. ദീനിയായ കാര്യത്തിലല്ല ഈ പറയുന്നത്. അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരുത്തിയിലുണ്ടെങ്കിൽ അവളുമായി അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ അവൾ പറയുന്നതിനൊക്കെ പിന്നാലെ നടന്നു കൊടുക്കണം എന്നല്ല ഈ പറയുന്നത്. മറിച്ച് അവർക്ക് ചില കാര്യങ്ങളിൽ കുറച്ച് ക്ഷമകേടും അതുപോലെ തന്നെ പെട്ടെന്ന് വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങളും അതുപോലെയുള്ള പല കാര്യങ്ങളും അവരിൽ പുരുഷനെ അപേക്ഷിച്ചുണ്ടാകും. ഇപ്പൊ പുരുഷലോകത്തിന് സുന്നത്താക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര തന്നെ പ്രോത്സാഹിപ്പിച്ചില്ല ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക്. എന്താണ്? അവർക്കൊരു ഖബർ കാണുമ്പോൾ ഒരു പുരുഷനെ പോലെ ഒരു മനക്കട്ടിയിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അനുവദനീയമാണോ? അല്ലേ? അനുവദനീയമാണ്. അവർക്ക് അത്തരം ഫിത്നകളൊന്നും ഉദ്ദേശിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു സ്ത്രീക്കും ബന്ധപ്പെട്ടവരുടെ ഖബർ സന്ദർശിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അഅലം. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ പ്രകൃതി കണ്ടറിഞ്ഞുകൊണ്ട് വർത്തിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനിയും അവിടുന്ന് പറഞ്ഞു, പെണ്ണിന്റെ അയോഗ്യതകൾ മാത്രം തെരഞ്ഞു നടക്കരുത്, അവളുടെ യോഗ്യതകളെ കാണണം. ഏതൊരാണായാലും പെണ്ണായാലും ഉണ്ടാവും അങ്ങനെ ചില പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകളെ മാത്രം ഇങ്ങനെ എപ്പോഴും എടുത്തു പറഞ്ഞ് അതിന്റെ പേരിൽ ആക്ഷേപിച്ച് അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി അതിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിലക്ക് ഇടപെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു സത്യവിശ്വാസിയായ പുരുഷനും സത്യവിശ്വാസിനിയായ തന്റെ പെണ്ണിനെ വെറുത്ത് തള്ളരുത്, വെറുക്കരുത്. അവളെ ഇങ്ങനെ അതിന്റെ പേരിൽ ആക്ഷേപിച്ച് ഇങ്ങനെ വെറുത്ത് അവൾ ആ രൂപത്തിൽ കാണരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, ഒരു സ്വഭാവം അവളിൽ നിനക്ക് അനിഷ്ടകരമായതുണ്ടെങ്കിൽ റളിയ മിൻഹാ ആഖർ, അവളിൽ നിനക്ക് താല്പര്യം തോന്നുന്ന ധാരാളം സ്വഭാവങ്ങൾ വേറെയില്ലേ? അപ്പൊ പോരായ്മകളെ മാത്രം എടുത്തു കണ്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം പോരായ്മകൾ ഉണ്ടാവട്ടെ, എന്നാലും അവൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടല്ലോ, അവൾക്ക് ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ടെങ്കിലും അവൾക്ക് ഇത്രയുമൊക്കെ ഗുണങ്ങളുമുണ്ടല്ലോ എന്നാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ആ രൂപത്തിലായിരിക്കണം വൈവാഹിക ജീവിതത്തിലെ മാനുഷികമായ പോരായ്മകളെയും അതുപോലെ തന്നെ ന്യൂനതകളെയും കാണേണ്ടത്. അതല്ലാതെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് അതിങ്ങനെ എടുത്തു പറഞ്ഞു പർവ്വതീകരിച്ച് അതിന്റെ പേരിൽ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തിയാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്യാനും സഹിക്കാനും ക്ഷമിക്കാനും, സ്ത്രീയല്ലേ ആ നിലക്കുള്ള ചില വൈകല്യങ്ങളൊക്കെ അവളിൽ കാണും, മുഴുവൻ അങ്ങ് ശരിയായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ശരിയാക്കാനും കഴിയൂല എന്ന നിലക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് പുരുഷ ലോകത്തോട് പറഞ്ഞ്, സ്ത്രീ ലോകത്തോട് നിങ്ങൾ അവരിൽ കാണുന്ന ഈ പ്രകൃതിയായുള്ള സ്വഭാവങ്ങൾക്കൊക്കെ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും, അതല്ലെങ്കിൽ അവരോട് നിങ്ങൾ ത്വലാഖ് ചൊല്ലി അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയോളം എത്തും എന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത് സ്ത്രീകളോട് കാരുണ്യമുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴേക്ക് എടുത്തടിച്ച് ത്വലാഖ് ചെല്ലാതിരിക്കാൻ, പെട്ടെന്ന് അവരിൽ നിന്ന് കാണുന്ന ഏതെങ്കിലും വൈകാരികമായ ക്ഷോഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിടാതിരിക്കാൻ, തെരുവിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ. ഒരു സ്ത്രീ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് അവളെ കൊച്ചാക്കാനും പരിഹസിക്കാനുമല്ല, അവൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അധ്യാപനങ്ങളിൽ നിന്ന് ലോകം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇനിയും സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾക്ക് അനിഷ്ടകരമായത് അവരിൽ നിന്ന് കണ്ടെത്തുന്ന പക്ഷം, ഒരിക്കലും സഹിക്കാനാവാത്ത നിലക്കുള്ളത് കാണുന്ന പക്ഷം ശിക്ഷണ നടപടികൾ പോലും പരസ്യമായ നിലക്കായിരിക്കാൻ പാടില്ല. അവിടുന്ന് പറഞ്ഞു, ഒരു സഹാബി ചോദിക്കുകയാണ്, മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, ഞങ്ങളിൽ ഒരാളുടെ
ഭാര്യയ്ക്ക് ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് ആ ഭാര്യയോടുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തുതഇമഹാ ഇദാ തഇംത, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവൾക്കും ഭക്ഷണം കൊടുക്കണം. വതക്സുഹാ ഇദാ ഇക്തസൈത, നീ വസ്ത്രം ധരിക്കുന്നുണ്ടോ അവൾക്കും നീ വസ്ത്രം കൊടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ, നീ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, അവളെ തെറി വിളിക്കരുത്, ചീത്ത വിളിക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈതി, നിന്റെ വീട്ടിൽ വെച്ചല്ലാതെ അവളുമായി പിണങ്ങരുത്. നിന്റെ വീട്ടിൽ വെച്ച് സ്വകാര്യതയുടെ ഘട്ടങ്ങളിലല്ലാതെ നീ അവളെ വെടിയരുത്, ബഹിഷ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം. പ്രവാചകൻ പറഞ്ഞല്ലോ, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, തങ്ങളുടെ ഇണകളിൽ നിന്ന് പിണക്കവും അതുപോലെയുള്ള സൗന്ദര്യ പിണക്കങ്ങളുമൊക്കെ ഭയപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഉടനെ എടുത്തു ചാടി ത്വലാഖ് ചൊല്ലാനല്ല പറഞ്ഞത്, ഫഇലൂഹുന്ന, നിങ്ങൾ അവരെ മാന്യമായി നല്ല നിലക്ക് ഉപദേശിക്കണം. ഒന്നാം ഘട്ടം അതാണ്, ഉപദേശിക്കണം. ഈ സ്വഭാവം നിനക്ക് ചേർന്നതല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴവുകൾ ഉണ്ടാക്കും, ഇത് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം തകർക്കും, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള നല്ല നിലക്കുള്ള സതുപദേശങ്ങളാണ് ആദ്യമായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നൽകേണ്ടത്. അതുകൊണ്ടും പരിഹാരമായില്ലെങ്കിൽ രണ്ടാമതാണ് ഇസ്ലാം പറയുന്നത്, ഫഇലൂഹുന്ന എന്ന് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞു, ഫഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, കിടപ്പറയിൽ നിങ്ങൾ അവരെ ബഹിഷ്കരിക്കണം. കിടപ്പറയിൽ നിങ്ങൾ അവരെ ബഹിഷ്കരിക്കണം. അതിന് പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞത്, നാലാൾ അറിയുന്ന നിലക്ക് ഇവൻ വിട്ട് ഇറങ്ങിപ്പോണം എന്നല്ല. തന്റെ ഭാര്യയിൽ നിന്നുള്ള പ്രശ്നങ്ങൾക്ക് അവൾക്കൊരു ശിക്ഷണ നടപടി എന്ന നിലക്ക് സ്വീകരിക്കുമ്പോൾ അവളിൽ നിന്ന് കിടപ്പറ വെടിയണം എന്ന് പറഞ്ഞാൽ ഒരേ റൂമിൽ വെച്ചായിരിക്കണം, അഥവാ തന്റെ റൂം വിട്ട് പുറത്തു പോകരുത്. എത്രത്തോളം പണ്ഡിതന്മാര് പറഞ്ഞു, ഹത്താ ഫിൽ മജ്ലിസ് ബൽ ലാ യനാമു ഫിൽ മജ്ലിസി മസലൻ, ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മജ്ലിസിൽ വരെ ഇറങ്ങി കിടക്കാൻ പാടില്ല. മറ്റുള്ളവർ അറിയല്ലേ, വേറുള്ളവർ അറിയല്ലേ, വീട്ടിലെ മറ്റുള്ള ആളുകൾ അറിയല്ലേ. ഔ ഫീ ഗുർഫത്തിൻ ഉഖ്റാ ബഈദൻ അൻഹാ, അതല്ലെങ്കിൽ അവളിൽ നിന്നൊക്കെ അകന്ന് വേറെ ദൂരത്തെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുക. അതൊന്നും അല്ല ഈ പറഞ്ഞത്. മറിച്ച് എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയണേ, അന്നഹു യുദീറു ദഹ്റഹു ഇലൈഹാ ഫലാ യുആശിറുഹാ വലാ യുജാമിഉഹാ ഫഖത്ത് ഹാദൽ ഹജ്ർ വലാ യഹ്ജുറുഹാ ഫിൽ കലാം. എത്ര കൃത്യമായിട്ടാണ്! അതായത് പുറംതിരിഞ്ഞു കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പുറംതിരിഞ്ഞു കിടക്കുക. അവളുമായിട്ട് മുആശറത്തില്ല, അവളുമായിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, അതൊന്നുമില്ലാതെ പിണങ്ങിയിട്ടുള്ള കിടത്താണ്. രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, കിടപ്പ് സ്ഥാനങ്ങളിൽ നിങ്ങൾ അവരെ വിട്ട് വെടിയുക. അതല്ലാതെ ആളുകളൊക്കെ അറിയിക്കാനല്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർ അറിഞ്ഞു, വേറെ റൂം പോയി കിടന്നു, ഇന്നിപ്പോ എന്താ ഇപ്പൊ ഇവര് രണ്ടാളും വേറെ റൂം കിടക്കുന്നു, അപ്പൊ പ്രശ്നമായി. അപ്പൊ അറിയാൻ പ്രശ്നമായി. അറിയരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. പിണക്കങ്ങൾ പുറത്തേക്ക് അറിയുന്നതൊക്കെ നാലാം ഘട്ടത്തിലാണ്. നാലാമത്തെ ഘട്ടത്തിലാണ് പിണക്കമുണ്ടെന്ന് പുറം ലോകം അറിയേണ്ടത്. ആദ്യ ഘട്ടം എന്താണ്? ഉപദേശമാണ്. അത് സ്വകാര്യമായിട്ടാ, അല്ലാതെ പുറത്തേക്ക് മുറ്റത്തേക്ക് വലിച്ചിറക്കിയിട്ട് ആഹാ ഈ അങ്ങനെയാണില്ല എന്നൊക്കെ പറഞ്ഞ അയലോക്കാരും നാട്ടുകാരും ഒക്കെ കേൾക്കുന്ന നിലക്കൊരു 4 ഉപദേശം വയല്, അതൊന്നും പറ്റൂല. സ്വകാര്യ ഉപദേശം. രണ്ടാമത് പറയുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, അതും അവനവന്റെ ബെഡ്റൂമിലെ സ്വകാര്യതകളിലാണ്. അവർക്ക് രണ്ടാൾക്കും അറിയുള്ള പിണക്കം, വേറൊരാൾ അറിയിക്കണ്ട. മൂന്നാമത് പറഞ്ഞു എന്ത്? ഫളരിബൂഹുന്ന, മൂന്നാമത്തതാണ് നിങ്ങൾ അവരെ അടിക്കണം. പരിശുദ്ധ ഖുർആൻ സ്ത്രീപക്ഷ വായന നടത്തണം. അടിയുടെ ആയത്തൊക്കെ ഒഴിവാക്കണം എന്നാണ് ഇപ്പൊ പല ആളുകൾക്കും തോന്നുന്നത്. വളരിബൂഹുന്ന, അടിച്ചോളാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു, ലർബൻ ഗൈറ മുബർറഹിൻ. ലർബൻ, എങ്ങനത്തെ അടി? മുറിയൊന്നും ആവാൻ പാടില്ല. എന്നാ പിന്നെ ഉള്ളാണ് കലയും കോട്ടെ, പുറത്തേക്കൊന്നും ആവണ്ട. അങ്ങനെയില്ല. ചെറിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നവന്റെ അടുക്കൽ നിന്നൊരു ചൊട്ട് കിട്ടുന്നത് പോലും ഒരു പെണ്ണിന് വിഷമായിരിക്കും. അതുകൊണ്ട് ആ നിലക്കുള്ളൊരു ശിക്ഷണ നടപടിയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമനെ പോത്തുകളെ തല്ലും പോലെ അങ്ങനെ തല്ലണം എന്നല്ല. അവിടുന്ന് പറഞ്ഞു, യഅ്മിദു വഹദുക്കും, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ ഫയജ്ലിദു ഇംറഅതഹു ജൽദൽ അബ്ദി, യജമാനൻ അടിമയെ പൊതിരെ തല്ലും പോലെ തന്റെ പെണ്ണിനെ തല്ലുകയാണോ നിങ്ങളിൽ ഒരുവൻ? നാണമില്ലേ? ഫലഅല്ലഹു യുളാജിഉഹാ മിൻ ആഖിരി യൗമിഹി, അടിയൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ ഉളവോടെ കിടക്കും ചെയ്യും. നാണല്ലടാ നിനക്ക് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതിരെ തല്ല,
പകലന്ത്യോളം തല്ലുക, ഓതിരട്ട് കൊടുക്കുക, ചിലപ്പോ മുണ്ടമ്പടി ഇരുത്തുക, അല്ലെങ്കിൽ എന്താ കിട്ടിയെങ്കിൽ അതുകൊണ്ടൊക്കെ തല്ലുക, എന്നിട്ട് രാത്രി ഓളെ കൂടെ കിടക്കുക. നാണല്ലേ നിനക്ക്? അപ്പൊ അങ്ങനെ തല്ലാനല്ല പറഞ്ഞത്. തല്ലാൻ പറഞ്ഞപ്പോ അതൊരു ശിക്ഷണ നടപടി ചെറിയ രീതിയിൽ. ഇത് മൂന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇതും കഴിഞ്ഞിട്ട് പിണക്കം മാറുന്നില്ലെങ്കിലാണ് ഇസ്ലാം പറഞ്ഞത് പുറത്തേക്ക് അറിയിക്കാൻ. അത് നാട്ടുകാരോട് മുഴുവൻ പറയണ്ട. തന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള്, അവളുടെ കുടുംബത്തിലും ഒരാള്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് രണ്ടാളുടെയും കുടുംബത്തിലെ ഓരോ ആളുകൾ അവരൊരു മുഷാവറ നടത്തിയിട്ട് എന്താ പ്രശ്നം എന്ന് പഠിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഈ തൊലാഖിന്റെ പ്രശ്നം തന്നെ വരുന്നത്. നമ്മളതിനെ തുടങ്ങാൻ തൊലാക്കുന്ന, പിന്നെ ബാക്കി എന്താ? തുടക്കം തന്നെ തൊലാക്കാണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് വേറെ വിഷയമാണ്. തൊലാഖ് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഇസ്ലാം പറയാണ്, ശിക്ഷണ നടപടികൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ പോലും സ്വകാര്യമായിരിക്കണം എന്നാണ്. അനീതിയോടുകൂടെ ഇടപെടാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം പറഞ്ഞു, ഒരു പുരുഷന് ബാധ്യത, അവളെ നന്നാക്കിയെടുക്കേണ്ട ഒരു ബാധ്യത പുരുഷനുണ്ട്. ഈ ഒരു മേഖല ഇന്ന് പറ്റേ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അഥവാ തന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ നാറൻ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. വഖൂദുഹാ, അതിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തും ഗിലാദുൻ ശിദാദ്, ആ നരകത്തിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ വളരെ കഠിന ഹൃദയരാണ്, പരിക്കൻ സ്വഭാവക്കാരാണ്. അട്ടഹാസങ്ങളും നിലവിളികളുമൊന്നും അവരുടെ മനസ്സലിയിക്കുന്നവരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിച്ചതിന് അവരൊരിക്കലും അല്ലാഹുവിനോട് എതിര് കാണിക്കുന്നവരല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് അപ്രകാരം തന്നെ നിറവേറ്റുന്നവരാണവർ. അത്ര വളരെ ഗൗരവമുള്ള നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ തടിയെയും നിങ്ങളുടെ ഭാര്യ മക്കൾ വരെയൊക്കെ രക്ഷിച്ചോളണം എന്ന്. അപ്പൊ ഇത് അള്ളാന്റെ കൽപ്പനയാണ്, പുരുഷലോകത്തോടുള്ള കൽപ്പനയാണ്. നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ എന്താ, ഞാൻ നല്ല ഉഷാറാണ്, ഞാൻ പള്ളിയിലൊക്കെ പോകും, ഞാൻ എന്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്, അവളിപ്പോ എങ്ങനെ നടന്നോട്ടെ. അപ്പൊ അങ്ങനെയാണ് വല്ലാതെ വളവ്